ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീഷേഴ്സിനെ കുറിച്ചാണ്. സീഷേഴ്സ് കുട്ടികളിൽ കാണുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്നും ടൈപ്സ് എന്താണെന്നും നമുക്ക് നോക്കാം. സീഷർ നോക്കുകയാണെങ്കിൽ അബ്നോർമൽ സഡൻ എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വിത്തിൻ ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. അത് കുറേ നാളത്തേക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ എപ്പിലെപ്സി എന്ന് വിളിക്കും. ഇനി ടൈപ്സ് ഓഫ് സീഷർ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടൈപ്പാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ജനറലൈസ്ഡ് സീഷർ, അതർ വൺ ഈസ് പേർഷ്യൽ സീഷർ. ജനറൽ ആയിട്ടുള്ളത് എൻറ്റയർ ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇൻവോൾവ് ചെയ്യാകും. പാർഷ്യൽ സീഷർ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയാസിലാണ് കൺസേൺ വരുന്നത്. ജനറൽ സീഷർ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോണിക് ക്ലോണിക് സീഷർ ഉണ്ട്, എപ്സിലൈറ്റോസ് സീഷർ ഉണ്ട്, മയോക്ലോണിക് സീഷർ ഉണ്ട്, എറ്റേണിക് സീഷർ ഉണ്ട്. അപ്പോൾ ടോണിക് ക്ലോണിക് സീഷേഴ്സിൽ ടോണിക് ഫേസും ഉണ്ട്, ക്ലോണിക് ഫേസും ഉണ്ട്. ടോണിക് ഫേസിൽ സ്റ്റിഫനിങ് ആൻഡ് റിജിഡിറ്റി ഓഫ് മസിൽസ്. ഇനി ക്ലോണിക് ഫേസിലാണെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് 30 സെക്കൻഡിൽ വരെ പോകാം. കുട്ടിക്ക് സെവറൽ അവേഴ്സിന് ശേഷമാകും റിക്കവറി ഉണ്ടാവുക. ഇനി എപ്സിലൈറ്റോസ് സീഷർ നോക്കിയാൽ ഇത് വളരെ കുറച്ച് സെക്കൻഡ്സിൽ മാത്രമാകും നിൽക്കുന്നത്. ഇനി ലോസ് ഓഫ് കോൺഷ്യസ് ഒന്നും ഉണ്ടാകില്ല. ഇതാണ് കുട്ടികളിൽ സീക്വൻസ് ആയിട്ട് കാണുന്നത്.